നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിലേക്ക് എവർക്കും സ്വാഗതം. നിലപാടുകൾ നമ്മൾ തുറന്നു പറയുന്ന, വാർത്തകൾക്കപ്പുറം നിലപാടുകളും അഭിപ്രായങ്ങളും വസ്തുതകളും ഒക്കെ പങ്കുവെക്കുന്ന നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ 20ാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. 20ാമത്തെ എപ്പിസോഡായി എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതമുണ്ട്. നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് നമുക്ക് ഇത്ര എങ്കിലും എത്താൻ പറ്റിയത്. നമ്മൾ ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് ആഞ്ചലോട്ടി വന്നപ്പോൾ ഉള്ള പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അർജൻറ്റീനയുടെ അടുത്ത വേൾഡ് കപ്പിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അവരുടെ ടീമിനെക്കുറിച്ച് വിശകലനം നടത്തിയിരുന്നു. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് പോർച്ചുഗലിൻ്റെ അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡ് എങ്ങനെയായിരിക്കും, അവർക്ക് കിരീട സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെയാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് ചിന്തിച്ച് നോക്കണം. അടുത്ത വർഷം ജൂലൈയിൽ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം കഴിയുമ്പോൾ ആ കിരീടമുയർത്തി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അഭിമാനത്തോടു കൂടി നെഞ്ചും വിരിച്ചങ്ങ് നിന്ന് തൻ്റെ കരിയർ സാർത്ഥകമാക്കിയിട്ട് ഞാൻ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയുകയാണ് എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്, അതൊരു വല്ലാത്ത ഫെയറി ടൈൽ എൻഡിങ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഈ 40 വയസ്സ് കഴിഞ്ഞ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ടാവാം. പക്ഷേ അദ്ദേഹം ഇതാ പുതിയ സീസണിന് മുന്നോടിയായ പ്രീ സീസൺ മത്സരത്തിലും ഗോളടിച്ചുകൊണ്ട് തന്നെ തുടങ്ങിയിരിക്കുന്നു. ആ ഹങ്കർ ഒരിക്കലും ഫെയ്ഡായി പോവില്ല എന്നുള്ള പ്രഖ്യാപനം തൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെ ആരാധകരോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിൽ നടന്ന യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗൽ മുത്തമിട്ടപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നതും നമ്മൾ കണ്ടു. ഇതുവരെ പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി 2003 മുതൽ കളിക്കാൻ തുടങ്ങിയിട്ട് 221 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 10-22 വർഷക്കാലമായി അദ്ദേഹം കളിക്കുന്നു എന്നർത്ഥം. അങ്ങനെ 2 പതിറ്റാണ്ടിലധികം നീണ്ട കാലഘട്ടത്തിൽ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരാൾ പോലും എത്തിയിട്ടില്ലാത്ത 200 ഫുട്ബോൾ മത്സരങ്ങൾ, അന്താരാഷ്ട്ര മത്സരങ്ങളെന്ന റെക്കോർഡും കടന്നു കുതിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ 138 ഗോളുകളുമായിട്ട് ചരിത്രം എഴുതി നിൽക്കുമ്പോൾ ആകെ ഇനി ഒരു ശൂന്യത എന്ന് പറയുന്നത് ആ ഒരു ട്രോഫി ക്യാബിനറ്റിൽ വേൾഡ് കപ്പിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അതുകൂടി അങ്ങ് അദ്ദേഹത്തിന് വരുന്ന വേൾഡ് കപ്പിൽ തീർക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ നടത്തിയൊരു ചർച്ചയിൽ എൻ്റെ സഹപാനലിസ്റ്റിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഗോട്ട് ഡിബേറ്റ് അവസാനിച്ചു എന്നായിരുന്നു ഉത്തരം. എന്നാൽ അതങ്ങനെ അങ്ങ് അവസാനിക്കില്ല എന്ന് വരും. അടുത്ത തവണ ആ കിരീടം ക്രിസ്ത്യാനോ ചൂടുകയാണെങ്കിൽ CR7 ആണത്. എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും എന്തും അദ്ദേഹം മാറ്റിമറിക്കും. ഇന്നലെ ഓസ്ട്രിയയിൽ ടൊളൂസക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞിട്ട് അൽ നസറിൻ്റെ കളി കഴിഞ്ഞിട്ട് അവരുടെ കോച്ച് ഹോർഗെ ഹീസസ് പറഞ്ഞൊരു വാക്കുണ്ട്, ക്രിസ്ത്യാനോ എന്ന ആദിമാനുഷ്യനെ കാണാൻ മനുഷ്യരിവിടെ മഴ കൊണ്ട് 8-9 മണിക്കൂറാണ് കാത്തു നിന്നത്. അയാളുടെ ഒരു ഔറ എന്താണ് എന്ന് പലപ്പോഴും പോർച്ചുഗലുകാർക്ക് തന്നെ മനസ്സിലായിട്ടില്ല. അതിന് പുറത്ത് ഓസ്ട്രിയയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അയാൾ എത്രത്തോളം ഈ കളിയിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് മറ്റൊരു ദൃഷ്ടാന്തം വേണ്ട. ഇനി ബാക്കിയുള്ള വേൾഡ് കപ്പ് കൂടി അദ്ദേഹത്തിന് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, ആഗ്രഹിച്ചു പോവുകയാണ്. അതൊരു വല്ലാത്ത ഫെയറി ടൈൽ എൻഡിങ് ആയിരിക്കും. അതോടൊപ്പം അങ്ങനെ നമ്മൾ വെറുതെ വികാരഭരിതരായി ക്രിസ്ത്യാനോ നേടട്ടെ, ക്രിസ്ത്യാനോ കൊണ്ടുപോകട്ടെ എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. അതിനുള്ള കെൽപ്പുള്ള ടീമുണ്ടോ എന്ന് ചോദിക്കണം. അതാണ് ചോദ്യം. യെസ്, അതിനുള്ള കെൽപ്പുള്ള ടീം ഇപ്പോൾ പോർച്ചുഗലിനുണ്ട്. വെറുതെ പറയുന്നതല്ല. ഫിഫ റാങ്കിങ് എടുത്ത് നോക്കുക, 6ാം സ്ഥാനത്താണ് ഇപ്പോൾ പോർച്ചുഗലുള്ളത്. അത് കഴിഞ്ഞ നേഷൻസ് ലീഗിന് ശേഷം അവർ പ്രസിദ്ധീകരിച്ച ഫിഫ റാങ്കിങ്ങിൽ സ്ഥാനം മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നതാണ് 6ാം സ്ഥാനത്തേക്ക്. അത് മുന്നോട്ട് പടിപടിയായി അവർ കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ നിൽക്കുന്നത്. അതോടൊപ്പം പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് ഡെപ്ത് കൂടി നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഡിയേഗോ ജോട്ടയെ പോലുള്ള ഒരാളുടെ അകാലത്തിലുള്ള വിയോഗം തീർച്ചയായിട്ടും വലിയ സങ്കടമുണ്ടാക്കുന്നതാണ്. അടുത്ത വേൾഡ് കപ്പിൽ പോർച്ചുഗലിന് വേണ്ടി മിന്നിക്കത്തി കളിക്കേണ്ടവനായിരുന്നു അദ്ദേഹം. പക്ഷേ ഒരു കാർ അപകടത്തിൻ്റെ രൂപത്തിൽ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു പോയി. അദ്ദേഹത്തിനും കൂടി വേണ്ടി
സഹതാരങ്ങൾ ആ കിരീടത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും ആരാധകർക്ക് സമ്മാനിക്കുക. പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന താരങ്ങൾ ഇനിയിപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ എന്തും സംഭവിക്കാൻ കേട്ടോ. ഒരു വർഷത്തോളം സമയമുണ്ട്, ഒരു സീസൺ മുഴുവനും ബാക്കിയുണ്ട്. പരിക്ക് പറ്റി ചില പ്രമുഖർ വേൾഡ് കപ്പ് കളിക്കാൻ പറ്റാതെയാവാം. മിന്നും ഫോമിൽ കുതിച്ചുയർന്ന് ഈ ലിസ്റ്റിലൊന്നും പെടാത്തവരടുത്ത വേൾഡ് കപ്പിന് ഇടം പിടിക്കുകയുമാവാം. അതൊക്കെ എന്തും സംഭവിക്കാം. സോ അവരുടെ സ്ക്വാഡ് ഡെപ്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പോർച്ചുഗലിൻ്റേത് തുടങ്ങിയിട്ടില്ല. സെപ്റ്റംബർ 6-നാണ് അവരുടെ ആദ്യ മത്സരം. അർമേനിയയാണ് എതിരാളികൾ. അർമേനിയ, ഹംഗറി, പോർച്ചുഗൽ, അയർലൻഡ് ടീമുകളാണ് യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ഗ്രൂപ്പ് എഫിലുള്ളത്. തീർച്ചയായിട്ടും ഈ ടീമുകളെയൊക്കെ മറികടന്ന് ഒന്നാം സ്ഥാനവും കൊണ്ട് ഗ്രൂപ്പിൽ നിന്ന് പ്ലേ ഓഫിലേക്കൊന്നും പോകാതെ, കഴിഞ്ഞ തവണ വേൾഡ് കപ്പിന് പ്ലേ ഓഫ് കളിച്ചിട്ടാണ് പോർച്ചുഗൽ എത്തി. ഇത്തവണ പ്ലേ ഓഫിലേക്കൊന്നും പോകാതെ പോർച്ചുഗൽ എത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ ഇനി സ്ക്വാഡ് ഡെപ്തിലേക്കൊന്ന് പോവുകയാണെങ്കിൽ അവരുടെ സ്ക്വാഡ് തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള വളരെ ഡെപ്തുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ്. ഗോൾ കീപ്പർമാരുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിയേഗോ കോസ്റ്റ, ഹോസെ സാ, റൂയി സിൽവ, റൂയി പട്രീസിയോ ഇങ്ങനെയുള്ളവരൊക്കെ അവർക്ക് അവൈലബിൾ ഓപ്ഷൻസാണ്. ഇതിൽ 3 പേരെ വേൾഡ് കപ്പിന് കൊണ്ടുപോകും. തീർച്ചയായിട്ടും ഡിയേഗോ കോസ്റ്റ ആണെങ്കിലും ഹോസെ സായ ആണെങ്കിലും ഒക്കെ മികച്ച രൂപത്തിൽ ഗോൾ വല കാക്കാൻ കെൽപ്പുള്ളവരാണ്. സോ മികച്ച ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴോ അതിശക്തമായൊരു ഡിഫൻസ് തന്നെ അവർക്കുണ്ട്. സെൻറ്റർ ബാക്ക് ഡിയോ നോക്കുക, റൂബൻ ഡയസും ഗോൺസാലോ ഇനാസിയോയും മികച്ച പെർഫോമൻസാണ് അവർ നടത്തിയിട്ടുള്ളത്. റോബർട്ടോ മാർട്ടിനസിൻ്റെ കീഴിൽ മികച്ച പെർഫോമൻസാണ് അവർ നടത്തിയിട്ടുള്ളത്. ഇനി വിങ്ങർ പൊസിഷനിലേക്ക് നോക്കുകയാണെങ്കിലോ ലോകത്തെ ഏറ്റവും മികച്ച വിങ് ബാക്ക്മാരിൽ ഒരാൾ ന്യൂനോ മെൻഡസ് അവിടെ കളിക്കാനുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. PSG ആ ഒരു എക്സെപ്ഷണൽ പെർഫോമൻസ് നടത്തിയിട്ടുള്ള കളിക്കാരനാണ് അദ്ദേഹം. PSG വേണ്ടി കഴിഞ്ഞ സീസണിലൊക്കെ അദ്ദേഹം പൊളിച്ചടുക്കിയ പ്രകടനം നമ്മൾ കണ്ടിട്ടുമുണ്ട്. സോ അതിശക്തമായിട്ടുള്ള ഒരു ഡിഫൻസ് അവർക്ക് ഒരുക്കാൻ പറ്റും. വിങ്ങുകളിലൂടെ തീ പടർത്താനും പറ്റും. അപ്പോൾ നമ്മൾ നോക്കുകയാണ് അവരുടെ ഡിഫൻസീവ് സ്ക്വാഡ് ഡെപ്ത് നോക്കുകയാണെങ്കിൽ ന്യൂനോ മെൻഡസ് ഉണ്ട് PSG. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൂബൻ ഡയസ് സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ തന്നെ മാത്യസ് ന്യൂനസ് ഉണ്ട്, ഡിയേഗോ ഡാലോട്ടുണ്ട്, ഗോൺസാലോ ഇനാസിയോ, നെൽസൺ സെമെഡോ, ജാവോ കൻസേലോ, ന്യൂനോ ടാവേർസ്, റെനാറ്റോ വെയ്ഗ, തോമസ് അറൗഹോ, ഫ്രാൻസിസ്കോ മൗറ, ടോട്ടി ഗോമസ്, ജാവോ മെരിയോ, ആൻ്റോണിയോ സിൽവ ഇവരെല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ്. അതുപോലെ വമ്പൻ ക്ലബ്ബുകളിൽ കളിക്കുന്നവരാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്കും അതുപോലെ തന്നെ ചെൽസിക്കും ബെൻഫിക്കക്കും പോർട്ടോക്കും വോൾസിനും ഒക്കെ കളിക്കുന്ന ഫുട്ബോൾ ലോകത്ത് യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകൾക്കായിട്ട് ബൂട്ട് കെട്ടുന്ന ഒരുപിടി ഡിഫൻസീവ് ഭടന്മാർ അവർക്കുണ്ട്, കാവൽ ഭടന്മാരുണ്ട്. അതുകൊണ്ട് ശക്തമായൊരു ഡിഫൻസും കൊണ്ട് തന്നെ അവർ വരുമെന്ന് പ്രതീക്ഷിക്കണം. മധ്യനിരയിലേക്ക് പോകുമ്പോഴോ സിമിലർ ടു ബാക്ക് ലൈൻ തന്നെ പറയേണ്ടി വരും. വെൽ കവേർഡാണ് മിഡ്ഫീൽഡ് റീജിയൻ. ജാവോ നവസ്, വിറ്റീഞ്ഞ അവരുടെ ഫോമിൻ്റെ ടോപ്പിലാണ് അവരുള്ളത്. ലീഗ് 1-ലാണെങ്കിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ഒക്കെ അവർ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അത് അവർ ദേശീയ ടീമിലേക്ക് കൂടി പകർന്നാടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വിറ്റീഞ്ഞയൊക്കെ പാസിംഗ് മാസ്റ്റർ എന്ന രൂപത്തിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രീമിയർ ലീഗിലെ വെറ്ററൻ താരങ്ങൾ ബെർണാഡോ സിൽവയും ബ്രൂണോ ഫെർണാണ്ടസും നോക്കുക, 2 മാഞ്ചസ്റ്റർ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നവരാണ്. 2 പ്രധാനപ്പെട്ട മധ്യനിര താരങ്ങൾ. ബ്രൂണോക്ക് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോള് ഈ ഒരു വരുന്ന വേൾഡ് കപ്പിൽ വഹിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള ഒരു മധ്യനിരയും അവർക്കുണ്ട്. ജാവോ നവസ്, വിറ്റീഞ്ഞ, ബെർണാഡോ സിൽവ, ജാവോ പലീഞ്ഞ, പെഡ്രോ ഗോൺസാലസ്, ബ്രൂണോ ഫെർണാണ്ടസ്, റൂബൻ നവസ്, ആൻഡ്രേ ഗോമസ്, റെനാറ്റോ സാഞ്ചസ്, ഡാരിയോ എസ്യുഗോ ഇങ്ങനെയുള്ള താരങ്ങൾ അവരുടെ മധ്യനിരയിൽ ഉൾപ്പെടുന്നുണ്ട്. സോ മികച്ചൊരു മധ്യനിരയും അവർക്ക് അടുത്ത വേൾഡ് കപ്പിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ട്. അറ്റാക്കേഴ്സിൻ്റെ കാര്യത്തിൽ എന്ത് സംശയം, ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും റോബർട്ടോ സാഞ്ചസ് തൻ്റെ ടീമിനെ ഒരുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അങ്ങനെയായിരുന്നില്ലല്ലോ. കോച്ചിന് ചില പ്രശ്നങ്ങൾ വേൾഡ് കപ്പിൻ്റെ ഇടയിൽ വെച്ച് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളെ ബെഞ്ചിലിരുത്തുകയും
അതുപോലെ ആ സമയത്ത് ഗോൺസാലോ റാമോസിന് അവസരം കൊടുക്കുകയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നു. CR7 ബെഞ്ചിലിരുത്തിയത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു. കാരണം അതിനുശേഷം റോബർട്ടോ മാർട്ടിനസ് കോച്ചായി വന്നിട്ട് ഉള്ള ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹമാണ് പോർച്ചുഗലിൻ്റെ ടോപ്പ് സ്കോറർ. സ്ട്രൈക്കറുടെ ജോലി എന്താ? ഗോളടിക്കുക. സോ CR7 അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കും റോബർട്ടോ മാർട്ടിനസ് അടുത്ത വേൾഡ് കപ്പിന് അവരുടെ മുന്നേറ്റങ്ങൾ രൂപപ്പെടുത്താൻ പോകുന്നത്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് മികച്ച സ്ട്രൈക്കർമാരും അവർക്കുണ്ട്. AC മിലാൻ്റെ റാഫേൽ ലിയാവോ, PSG ഗോൺസാലോ റാമോസ്, പിന്നെ ഫ്രാൻസിസ്കോ ട്രിങ്കാവോ, ഇപ്പോൾ ജാവോ ഫെലിക്സ്, അദ്ദേഹം ചെൽസി വിട്ട് ക്രിസ്ത്യാനോക്കൊപ്പം കളിക്കാൻ വേണ്ടി അൽ നസറിലേക്ക് പോയി കഴിഞ്ഞു. ഗോൺസാലോ ഗുയിഡസ്, ഫാബിയോ സിൽവ, ഫാബിയോ കാഴ്വലോ, അതുപോലെ തന്നെ ക്യുവൻഡ, പെഡ്രോ നെറ്റോ, ഫ്രാൻസിസ്കോ കോൺസിസാവോ, അദ്ദേഹം യുവൻറ്റസിൽ സ്ഥിരമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മികച്ച മുന്നേറ്റ നിര താരങ്ങളും അവർക്കുണ്ട്. നിങ്ങൾ സ്ക്വാഡിൻ്റെ ഏത് മേഖല നോക്കുക, ആ മേഖലയിലൊക്കെ മികച്ച പ്ലേയേഴ്സ് അവർക്കുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ ഓരോ പൊസിഷനിലും ഇപ്പോൾ നമ്മൾ സ്റ്റാർ പ്ലേയേഴ്സ് ആരൊക്കെ നോക്കിയാൽ അടുത്ത വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്നത് മെസ്സിയും ക്രിസ്ത്യാനോയും തന്നെയാണ്. സോ ക്രിസ്ത്യാനോ ഒരു ഐക്കണായിട്ട് അവരുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ AC മിലാൻ്റെ റാഫേൽ ലിയാവോയിൽ നിന്നും മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ പ്രകടനവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അദ്ദേഹം ബ്രില്യൻലി അവരുടെ ടീമിന് വേണ്ടി ഇപ്പോൾ പ്രകടനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മധ്യനിരയിലാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിനും വിറ്റീഞ്ഞക്കും വലിയ റോളുകൾ വഹിക്കാനുമുണ്ട്. ഇവരെയാണ് നമ്മൾ മധ്യനിരയിലെ സ്റ്റാറുകളായിട്ട് കണക്കാക്കുന്നത്. ഡിഫൻസിൽ ന്യൂനോ മെൻഡസ് ഉണ്ട്. സോ അദ്ദേഹം വിങ്ങുകളിലൂടെ തീ പടർത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സോ അതിശക്തമായിട്ടുള്ള ഒരു സ്ക്വാഡും കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു ഇപ്പോൾ നമ്മൾ അവരുടെ 11 പ്രഡിക്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്നാൽ പോലും ഒരു 11 നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 4-3-3 ഫോർമേഷനിൽ അവർ ഇറങ്ങുകയാണെങ്കിൽ കോസ്റ്റ, മെൻഡസ്, ഡയസ്, ഇനാസിയോ, സമേഡോ, വിറ്റിഞ്ഞ, ബ്രൂണോ, ബെർണാഡോ, ലിയാവോ, റൊണാൾഡോ, കോൺസിസാവോ, എന്തൊരു 11 ആയിരിക്കും അത്. ഇനി ഒരു വർഷം അപ്പുറമുണ്ട്, ശരിയാണ്, സമ്മതിക്കുന്നു. അപ്പോഴേക്കും പരിക്ക് വന്ന് ഒരുപക്ഷെ ചില താരങ്ങൾ പോകാം, ഫോം മങ്ങാം, കൂടുതൽ മികവിലേക്ക് മറ്റ് ചില താരങ്ങൾ ഉയർന്നു വരാം. ഈ ഉള്ളവർ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസുമായിട്ട് മറ്റ് തലങ്ങളിലേക്ക് ഉയർന്നു പോകാം. ഇതൊക്കെ അറിയാം. പക്ഷേ ഇപ്പോൾ ഒരു വർഷം മുമ്പ് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ഈ ഒരു പോർച്ചുഗലിൻ്റെ സ്ക്വാഡ് അടുത്ത വേൾഡ് കപ്പ് നേടാൻ കെൽപ്പുള്ള, വേൾഡ് കപ്പ് അവരുടെ നാട്ടിലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്ന് ഓർക്കണം. ഇതുവരെ അവരുടെ നാട്ടിലേക്ക് വേൾഡ് കപ്പ് എത്തിയിട്ടില്ല. മുമ്പ് യുസേബിയയുടെ കാലഘട്ടത്തിലൊക്കെ വലിയ പ്രതീക്ഷകൾ അവർക്കുണ്ടായിരുന്നെങ്കിലും അവസാന കടമ്പകളിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. കടമ്പകൾ തട്ടി അവർ വീണുപോയി. CR7 ശേഷം CR7 കാലഘട്ടത്തിൽ തുടർച്ചയായിട്ട് അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്നുണ്ട്. പക്ഷെ ഒരു തവണ പോലും ആ കിരീടത്തിൽ ഒത്തുവിടാൻ പറ്റിയിട്ടില്ല. ഈ സ്ക്വാഡും കൊണ്ട് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും വെച്ച് നടക്കുന്ന വേൾഡ് കപ്പിൽ മായാജാലം തീർത്ത് CR7 സംഘവും കിരീടം ചൂടുകയാണെങ്കിൽ അതൊരു വല്ലാത്ത സന്തോഷം പകരുന്ന കാര്യമായിരിക്കും CR7 സംഘത്തിനും എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ആരാധകർ സ്വപ്നം കാണുന്നതും അതാണ്. ഇത് വെറുതെ വൈകാരികമായി പറയുന്നില്ല. സ്ക്വാഡ് ഡെപ്ത് നിങ്ങൾ കണ്ടതാണ്. വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു 7 മത്സരം, അടുത്ത വേൾഡ് കപ്പ് ഒരു പക്ഷേ 8 മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫൈനൽ വരെ എത്താൻ ഒരു ടീമിന്. ആ 8 മത്സരങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തുടർച്ചയായിട്ട് വിജയിക്കാൻ പറ്റിയാൽ ആ നേട്ടത്തിലേക്ക് അവർക്ക് എത്താൻ പറ്റും. അതിനുള്ള സ്ക്വാഡ് ഇവിടെയുണ്ട്. ബാക്കി കളിക്കളത്തിലാണ് സംഭവിക്കേണ്ടത്. എന്തായാലും നല്ല പ്രതീക്ഷ. ഈ അടുത്ത വേൾഡ് കപ്പിൻ്റെ ഫേവററ്റുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ടോപ്പ് 3യിൽ പോർച്ചുഗലിനെയും ഞാൻ വെക്കും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.